ശ്ലോകം 8. അഭ്യാപതത്യമിതധാംനി ഭവൻ മഹാസ്ത്രേ. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ അസ്ത്രം ഇതൊരു അസ്ത്രം പോലെയാണ്, സുദർശന ചക്രം. അമിതധാംനി, എന്തെന്നില്ലാത്ത പ്രകാശം, തീ പോലെയാണ്. മുമ്പ് പറഞ്ഞു കാലാനലോൽക്കരകിരേണ, അതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. പ്രളയാഗ്നി പോലെ എപ്പോഴും ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിന് ആ അഗ്നിയുടെ ജ്വാലമാലകൾ 4 പാടും ഇങ്ങനെ പരക്കുന്ന കാണാം. ആ മഹാസ്ത്രം, ആ സുദർശന ചക്രം അമിതധാംനി, എന്തെന്നില്ലാത്ത പ്രകാശത്തോടുകൂടി അഭ്യാപതതി, കൃത്യയുടെ മോൾ മേലിൽ വന്ന് വീഴുകയാണ്. കൃത്യയോ ഹാ ഹാ ഇതി വിദ്രുതവതി, നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഘോരകൃത്യ, ഭയങ്കരയാണ് കൃത്യ. കൃത്യ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. കൃത്യ മനസ്സിലാക്കി. ആ സുദക്ഷിണൻ ആഭിചാരഹോമം ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത്. ഒരനുചിതമായ കർമ്മമായിരുന്നില്ല അത്. ഇത് മരിച്ചു വീണു. 2 കാര്യങ്ങളാണ്. എന്താഗ്രഹം വെച്ചോ ആ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ നമുക്കൊരു ജന്മം തരും. പക്ഷേ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ് എന്ന് മനസ്സിലാക്കി ആഗ്രഹങ്ങൾ വയ്ക്കാതിരിക്കണം. അതാണ് ഗീതയുടെ തുടക്കത്തിൽ തന്നെ 2-ാം അധ്യായത്തിൽ പറയുന്നതാണ്. വിഹായ കാമാൻ യസ് സർവാൻ പുമാംശലതി നിസ്പൃഹ, എല്ലാ ആഗ്രഹങ്ങളെയും വിടും. നിസ്പൃഹത്വം കൈവരിക്കും. ഒരാഗ്രഹവും ഇല്ലാത്ത അവസ്ഥ, അതാണ് നിസ്പൃഹത്വം. അതിൻ്റെ ഒപ്പം നിർമ്മമോ നിരഹങ്കാര, ഞാനാണ് ചെയ്യുന്നതെന്നും ചെയ്തു നേടിയത് എൻ്റെയാണെന്നും ഉള്ള ചിന്ത കളയൂ. നിർമ്മമോ നിരഹങ്കാര, അങ്ങനെ ഏതൊരുത്തൻ ഈ ലോകത്തിൽ ജീവിക്കുന്നുവോ സശാന്തിമതി ഗച്ഛതി, അവനാണ് ഭഗവാനുമായി ഐക്യം പ്രാപിച്ച് ശാന്തിയെ അനുഭവിക്കുന്നത്. ശ്ലോകം 10. വേറൊരു കഥയാണ്. ജാമ്പവതിയുടെ പുത്രനായ സാമ്പൻ ശൂരവീരപരാക്രമിയാണ്. അവൻ അച്ഛനെ പോലെ തന്നെ, കൃഷ്ണനെ പോലെ തന്നെ ഒരു വിവാഹത്തിൽ പോയി അവിടുന്ന് പെൺകുട്ടിയും കൊണ്ട് ഓടുകയാണ്. ഏതാണ് വിവാഹം? ദുര്യോധൻ്റെ മകൾ ലക്ഷ്മണയുടെ വിവാഹം. സാമ്പം കൗരവ്യപുത്രീഹരണ നിയമിതം. ഇവിടെ കൗരവ്യൻ ദുര്യോധനൻ, അവൻ്റെ പുത്രി ലക്ഷ്മണ, ലക്ഷണ എന്നും പറയും, ലക്ഷ്മണ എന്നും പറയും. അവളെ വിവാഹ മണ്ഡപത്തിൽ വെച്ച് കട്ടുകൊണ്ടുപോവുകയാണ്, തട്ടിക്കൊണ്ടുപോവുകയാണ്. പുത്രീഹരണ നിയമിതം. കൃഷ്ണൻ രുക്മിണി അങ്ങനെയാണ് കൊണ്ടുപോയത്. ഒക്കെ കേട്ടിട്ടുണ്ടാവാം. കൃഷ്ണനെ അവർക്ക് പിടിക്കാൻ സാധിച്ചില്ല, ശിവനെ പിടിച്ചു. നിയമിതം, ബന്ധിക്കപ്പെട്ടു. എല്ലാവരും കൂടി ചേർന്ന്
അവനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. കൗരവ്യ പുത്രീ ഹരണ നിയമിതം. അങ്ങനെ സാമ്പൻ എപ്പോൾ കാരാഗ്രഹത്തിലായോ, നാരദൻ ദ്വാരകയിലെത്തി വിവരം അറിയിച്ചു. നാരായണ നാരായണ, ഒന്നും ചിന്തിക്കുന്നില്ല അല്ലേ. സാമ്പവൻ എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് എല്ലാവരും തിരയുന്നത്. എന്നാൽ ഹസ്തിനാപുരത്തിൽ കാരാഗ്രഹത്തിലാണിപ്പോൾ. ദേഷ്യമൊന്നും എല്ലാവർക്കും. കൃഷ്ണൻ സൈന്യത്തോടി പുറപ്പെടാൻ തയ്യാറായി. ഉഗ്രസേന മഹാരാജാവും അത് തന്നെ പറഞ്ഞു. സൈന്യത്തോടി പോയിട്ട് അവരെ നശിപ്പിച്ചിട്ട് നിങ്ങൾ സാമ്പനെ കൊണ്ടുവരൂ. ബലരാമൻ കേട്ടു, ഓടി വന്നു, മഹാരാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, യാദവന്മാരും കൗരവന്മാരും തമ്മിലൊരു ലഹളി ഉണ്ടാവാൻ പാടില്ല. ഞാൻ പോകാം, ആ ദുര്യോധനൻ എൻ്റെ ശിഷ്യനാണ്. സാന്ത്വനാർത്ഥീ കുരൂണാം. അങ്ങനെ കൗരവന്മാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി രാമ, അന്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, രാമൻ അവിടുന്ന് വരികയുണ്ടായി. ആ രാമൻ സാമ്പം മോചയാമാസ, സാമ്പനെ മോചിപ്പിച്ചു. എങ്ങനെയാണ് മോചിപ്പിച്ചത്? കഥ വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉദ്ധവരെ മുതലായവർ കൂടെയുണ്ട്. ബ്രാഹ്മണരെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഹസ്തിനാപുരത്തേക്ക് കയറിയില്ല. പുറത്ത് ഒരു ഉദ്യാനം പോലെയുണ്ട്. ആ ഉദ്യാനത്തിൽ വന്ന് നിന്നു. ഉദ്ധവരെ അയച്ചു, പോയിട്ട് പറയൂ, ഉഗ്രസേന മഹാരാജാവിൻ്റെ ആൾക്കാർ വന്നിരിക്കണു, ബലരാമനും ഉണ്ട് എന്ന് പറയൂ എന്ന് പറഞ്ഞു. ഉടനെ ദുര്യോധനൻ പൂജാപുഷ്പങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് രാമനെ പൂജിച്ച് രാമനെ സൽക്കരിച്ച് വരട്ടെ കൊട്ടാരത്തേക്ക് പോകാനൊക്കെ ആയിട്ടില്ല. ഞാൻ എന്തിനാ വന്നറിയോ? ഉഗ്രസേന മഹാരാജാവിൻ്റെ ആജ്ഞയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടിയെ നിങ്ങളിവിടെ ബന്ധിച്ചിരിക്കുന്നു, അവനെ ഉടനെ മോചിപ്പിക്കണം. അപ്പോൾ ദുര്യോധനന് ദേഷ്യം വന്നു. പിന്നെ ഗുരുവാണ് പറയുന്നതെന്നും നോക്കിയില്ല. ഈ യാദവന്മാർ എപ്പോഴാണ് രാജാക്കന്മാരായത്? യയാതി ആർക്കാണ് രാജ്യഭാരം കൊടുത്തത്, ചക്രവർത്തി സ്ഥാനം കൊടുത്തത്? പൂരുവിനാണ്. യദുവിന് കൊടുത്തില്ല. എന്തുകൊണ്ട്? യൗവനം കൊടുത്തത്, യയാതിക്ക് യൗവനം കൊടുത്തത് പൂരുവാണ്. അങ്ങനെ പൂരുവിനെയാണ് ചക്രവർത്തിയാക്കുന്നത്. മറ്റവർക്ക് കുറച്ച് സ്ഥലം കൊടുത്തു, അത് ശരിയാണ്. അപ്പോൾ എപ്പോഴാണ് ഈ യാദവന്മാർ പൂരുവംശത്തിൽ പെട്ടവരാണ് കൗരവന്മാർ. ഇത് ഏതുപോലെയാണ്? കാലിക്കിടക്കുന്ന ചെരുപ്പ് തലയിൽ കയറിയിരിക്കാൻ വരുന്ന പോലെയല്ലേ എന്നാണ് ഉപയോഗിച്ച വാക്ക്. ബലരാമന് വല്ലാത്ത ദേഷ്യം വന്നു. ഒന്നും മിടിയില്ല. അവിടുന്ന് അങ്ങോട്ട് എണീച്ച് പോയി നദിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കലപ്പ കയ്യിലെടുത്തു, ഒരൊറ്റ വലിയാണ്. യാദസ് തദ്വാക്യരോഷോദ്ധൃതകരിനഗരോ. തദ്വാക്യ, അവൻ്റെ വാക്കുകൾ, ദുര്യോധൻ്റെ വാക്കുകൾ, ആ വാക്കിലുള്ള രോഷം, കോപം, ആ കോപം കൊണ്ട് ആ ഹസ്തിനാപുരിയെ ആ ഗംഗയിലേക്ക് മറിക്കാൻ ചെരിഞ്ഞു എന്നാണ് പറയുന്നത്. അടിയോടെ പുഴക്കിയെടുത്തു. ഉദ്ധൃത കരിനഗരോ. എന്തിനു പറയണു? എല്ലാവരും, ധൃതരാഷ്ട്ര മഹാരാജാവ് ഒഴിച്ചു ബാക്കി എല്ലാവരും വന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചു, അദ്ദേഹത്തിനെ സ്തുതിച്ചു. അങ്ങാണ്, അനന്തൻ്റെ അവതാരമാണ് ഞങ്ങൾക്കറിയാം.
ഈ ബ്രഹ്മാണ്ടത്തിനെ അങ്ങയുടെ ശിരസിൽ വഹിക്കുന്ന അങ്ങാണ് ഞങ്ങൾക്കറിയാം, തെറ്റുപറ്റി, ക്ഷമിക്കണം എന്ന് എല്ലാവരും കൂടി പോയി പാദങ്ങളിൽ വീണു. അങ്ങനെ നിർത്തി. ഇപ്പോഴും അതിനൊരു ചരിവുണ്ട് എന്ന് ആൾക്കാർ പറയണം, നമുക്കറിയില്ല. കലപ്പ കൊണ്ട് അങ്ങനെ ഈ കൊട്ടാരത്തിനെ ഇതാക്കി. അത് ശരി. തദ്വാക്യരോഷോദ്ധൃതകരിനകരോ, ആ ദുര്യോധനൻ്റെ അവിടെ ദുര്യോധനൻ, ദുര്യോധൻ്റെ വാക്ക്, കാലിൽ കിടക്കേണ്ട ചെരുപ്പ് തലയിൽ കയറിയിരിക്കണു, ആജ്ഞ പുറപ്പെടുവിക്കണു അല്ലേ എന്ന് ചോദിച്ച ആ വാക്ക്, അതിൽ ദേഷ്യപ്പെട്ട് ഗംഗാനദിയിലേക്ക് ഇറങ്ങി ഉദ്ധൃത കരിനകരോ, ആ ഹസ്തിനാപുരത്തിനെ അങ്ങോട്ട് പൊക്കാൻ പോവുകയാണ്. ഇതുകൊണ്ട് കലപ്പ കൊണ്ട് അങ്ങോട്ട് പൊക്കാൻ പോവുകയാണ്. ഇവരെപ്പോൾ വന്ന് കാൽക്ക് വീണോ കൽപ്പങ്ങൾ മാറ്റി. മോചയാമാസ രാമ, അങ്ങനെ ബലരാമൻ സാമ്പനെ മോചിപ്പിച്ചു. അപ്പോൾ അന്വയം എടുക്കുകയാണെങ്കിൽ രാമ സാമ്പം മോചയാമാസ, ബാക്കിയൊക്കെ അതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊള്ളും. വലിയൊരു കഥ ചുരുക്കിയിരിക്കുകയാണ്. രാമ സാമ്പം മോചയാമാസ, രാമൻ സാമ്പനെ മോചിപ്പിച്ചു. 2-3 കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ശിഷ്യന്മാരിലൊന്നും അധികം വിശ്വാസം വയ്ക്കാൻ പാടില്ല. അതാണ്. ദുര്യോധനൻ്റെ ശിഷ്യനാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നു പറഞ്ഞിട്ടില്ലേ വന്നത്. സാന്ത്വനാർത്ഥീ ഗുരുണം. എന്തായാലും ഭഗവാൻ ബലരാമൻ സാമ്പനെ മോചിപ്പിച്ചു. കൃഷ്ണൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത് അഭിനയം, അത്രയേ ഉള്ളൂ. വേണ്ടി വരില്ല എന്നറിയാം. എന്നാ എന്തുകൊണ്ട് സൈന്യത്തിനെ അയച്ചില്ല? തേ ഘാത്യാഹ പാണ്ഡവേയൈ, ഈ കൗരവന്മാർ പാണ്ഡവന്മാരാൽ കൊല്ലപ്പെടേണ്ടവരാണ്, വേറെ ആർക്കും കൊല്ലാൻ പാടില്ല. ആരാരെയും നശിപ്പിക്കണമെന്ന് കൂടി നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പാണ്ഡവന്മാരാൽ കൊല്ലപ്പെടേണ്ടവരാണ് തേ, അവർ, ഈ കൗരവാദികൾ. ഇതി എന്ന് ചിന്തിച്ച് ഇത് സഞ്ചിന്യ യദുവൃതനാം ന അമുജഹ, യാദവ സൈന്യത്തിനെ അയച്ചില്ല. എത്ര മുൻകൂട്ടിയാണ് ഭഗവാൻ ഓരോന്നും ചിന്തിക്കുന്നത്. തം ത്വാം ദുർബോധലീലം, ഹേ ഭഗവൻ, ഭഗവാന്റെ ലീലകൾ നമുക്ക് ബോധിക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല, ദുർബോധമാണ്. ഇന്ന തരത്തിലാണ് ഭഗവാൻ ലീല ആടുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ലീലകളോടുകൂടിയ ഹേ പവനപുരവതേ, സ്ഥൂലാർത്ഥം പവനൻ വായുദേവൻ, വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട പുരം ഗുരുവായൂർ, ഗുരുവായൂരിൻ്റെ പതി ഗുരുവായൂരപ്പൻ, സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥം പവനൻ നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ, പ്രാണൻ്റെ പുരം നമ്മുടെ ശരീരം, ശരീരത്തിൻ്റെ പതി ആത്മാവ്. അപ്പോൾ ഗുരുവായൂരപ്പൻ ഈസ് ഈക്വൽ ടു ആത്മാ. സൂക്ഷ്മാർത്ഥം പവനപുരപതേ താപശാന്ത്യൈ നിഷേവേ, എന്ത് ദുഃഖമാണോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, താപം, ആ താപത്തിൻ്റെ ശാന്തിക്കായിക്കൊണ്ട് 83 ദിവസമായി ഞാൻ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ കുറഞ്ഞിട്ടുമില്ല, അധികമാവുന്നു. 83 ദിവസമായി. അങ്ങയ്ക്ക് കണക്കില്ല, എനിക്ക് കണക്കുണ്ട്. 83 ദിവസമായി ഞാൻ അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. താപശാന്തിയായി, ആ താപത്തിനെ ഒന്ന് കുറച്ചു തരണേ, ആ വേദനയെ ഒന്ന് കുറച്ചു തരണേ.
അതിനായിട്ട് നിഷേവേ, ഞാൻ അങ്ങയെ പ്രാർത്ഥിക്കുന്നു, ഭജിക്കുന്നു. നിഷേവ, നിതരാം സേവ നിഷേവ. ഏതെല്ലാം വിധത്തിൽ ഭഗവാനെ ഭജിക്കാൻ സാധിക്കുമോ, നിതരാം സേവ നിഷേവ. ഭഗവാനെ ഏതെല്ലാം വിധത്തിൽ സേവിക്കാൻ സാധിക്കുമോ അത് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് വെറുതെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നാം ദശകത്തിൽ അതാണ് പറഞ്ഞത്. നദി നുതി നിഷേവ വിരജയൻ, അങ്ങയെ ഞാൻ നമസ്കരിക്കും, അങ്ങയെ സ്തുതിക്കും. നിഷേവ, പൂജാതി കർമ്മങ്ങൾ, ക്ഷേത്രത്തിൽ പോക്ക് ഒക്കെയാണ് നിഷേവയിൽ പെടുന്നത്. അതെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങയെ ഭജിക്കും. അതാണ്. അപ്പം ഞാൻ അങ്ങയെ ഇതാ ഭജിച്ചുകൊണ്ടേയിരിക്കണു, പൂജിച്ചുകൊണ്ടേയിരിക്കണു. പക്ഷേ 83 ദിവസമായിട്ടും എനിക്ക് എൻ്റെ താപത്തിന്, ഈ കാലിലെ വേദനയ്ക്ക് ശാന്തി ഉണ്ടായിട്ടില്ല. അതൊന്ന് മാറ്റിത്തരണമേ. അങ്ങയുടെ ലീലകൾ ദുർബോധമാണ്, എങ്ങനെയുള്ളതാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ചരിഞ്ഞു നോക്കി, ഇവിടേക്ക് നോക്കി നിൽക്കണു. വന്ന സമയത്ത് എന്തായിരുന്നു ആഗ്രഹം? ഋഗ്വേദത്തിൻ്റെ മാതൃകയിൽ 100 ദിവസം കൊണ്ട് 100 അധ്യായങ്ങളിലായിട്ട് തീർച്ചയാക്കാമെന്നാണ് പറഞ്ഞത്. 83 ആയിട്ടുള്ളൂ, ഇനിയും 17 അധ്യായങ്ങൾ. അതാണ് ഭഗവാൻ നോക്കാത്തത്. എന്താണോ ആഗ്രഹം, ആ ആഗ്രഹത്തിന് സാധിപ്പിച്ചു. ഋഗ്വേദത്തിൻ്റെ മാതൃകയിൽ 100 ദിവസത്തെ പൂജ. അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ ശാന്തി കൊടുക്കാഞ്ഞത്. വെൽപ്പത്തൂരി തന്നെ പറഞ്ഞതാണ്, ഋഗ്വേദത്തിൻ്റെ മാതൃകയിലാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ 100ാമത്തെ ദിവസം ഭഗവാൻ കാത്തിരിക്കുകയാണ്, നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അതുവരെ താപശാന്തി ഉണ്ടായില്ല.